ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചിയും ശരീരത്തിന് വളരെയധികം പോഷകാംശ ഗുണം കിട്ടുന്നതുമായ ചോളം കൊണ്ട് വെറൈറ്റി രീതിയിലുള്ള ഒരു പക്കവട ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചോളത്തിൻ്റെ നണികളെല്ലാം നമുക്കൊന്ന് അടർത്തിയെടുക്കാം. ഇനി പക്കവട ഉണ്ടാക്കാൻ നമുക്ക് അതിൻ്റെ കൂടെ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. അടർത്തിയെടുത്ത ചോളം, 1 കപ്പ് കടലമാവ്, 2 ടീസ്പൂൺ അരിപ്പൊടി, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കരിയാപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ചാട്ട് മസാല 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ അയമോദകം. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. സ്വല്പം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. കടലമാവ്, ഉള്ളി, അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കരിയാപ്പില, മല്ലിപ്പൊടി, ചാട്ട് മസാല, ഇഞ്ചി, അയമോദകം, ഗരം മസാല, ഉപ്പ്. ഇത്ര സാധനങ്ങൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പക്കവട ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിരുന്നത് കുറേശ്ശെയായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെയധികം ടേസ്റ്റുള്ളതാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെയും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. തണുപ്പ് കാലത്ത് കഴിക്കാനാണ് ഇത് കൂടുതലായിട്ടും നല്ലത്. ചോളത്തിൽ ധാരാളം ഫൈബർ, വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുവാനും ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് കഴിക്കുവാനും ഒക്കെ വളരെയധികം നല്ലതാണ്. നമ്മൾ തീ വളരെ കുറച്ച് വെച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് വെന്ത് നന്നായിട്ട് മൊരിഞ്ഞ് നമുക്കത് കിട്ടും. ഇപ്പോൾ അതിൻ്റെ ഒരു വശം മൂത്തിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പക്കവട വെന്ത് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോൺ പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ്. ഇനി നമുക്ക് ഒരു നല്ല വെറൈറ്റി വീഡിയോയുമായി അടുത്ത ബുധനാഴ്ച കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.